ജീവിതത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഘട്ടത്തില് കിട്ടിയിട്ടുള്ളൊരു ഉപദേശം എന്ന് വെച്ചാൽ പ്രീമിയർ എന്ന് പറഞ്ഞൊരു ചെരുപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടമാനം ജോലിയുണ്ട്, ഞാൻ അവിടെ സൂപ്പർവൈസറാണ്. ഒരു വലിയൊരു ഓർഡറൊക്കെ വന്നു. ഓർഡർ വന്നു കഴിയുമ്പം ആദ്യമായിട്ട് 18 വയസ്സേ ആയിട്ടുള്ളൂ. മെൻ്റൽ ഹെൽത്ത് അത്രയും വീക്കാണ്. അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. എൻ്റെ ബോഡിയൊക്കെ ഫ്രീസായി. എനിക്കിത് ചെയ്യാനും പറ്റില്ല. സ്റ്റാഫ് സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ സഫിയത്താത്ത എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്താത്തുണ്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്ത്. ആളെന്നോട് പറഞ്ഞു, മോളെ കണ്ണേ പേടിക്കുള്ളൂ, കൈ പേടിക്കൂല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സ്ട്രെസ്സുമായിട്ടൊക്കെ അങ്ങ് ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്ക് അങ്ങോട്ട് ആസ്വദിച്ച് ചെയ്യുക. ഈ ഒരു സംഗതി എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വരെ ഞാൻ ലൈഫിൽ പാലിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം അന്ന് അത്രയും വലിയൊരു ഓർഡർ നമുക്ക് ചെയ്യാൻ ഭയങ്കര രസകരമായിട്ട് ആസ്വദിച്ച് നമ്മൾ ആ വർക്ക് വളരെ സ്പീഡിൽ നമ്മൾ ചെയ്തിട്ട് അത് സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. പിന്നീട് പലതവണ അത് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയി ദുബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസിൽ കണ്ടമാനം വർക്കുണ്ട്. മൾട്ടിപ്പിൾ ഓഫീസസിൻ്റെ ഇൻചാർജ് ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്തൊക്കെയും സ്ട്രെസ് മാനേജ് ചെയ്തിരുന്നത് ഈ ഒരു ഡയലോഗ് എൻ്റെ മൈൻഡിലേക്ക് വരും, മോളെ കണ്ണേ പേടിക്കുള്ളൂ, കൈ പേടിക്കില്ല എന്നുള്ളത്. ഞാൻ എപ്പോഴും അവരോട് ഗ്രേറ്റ്ഫുള്ളാണ് ആ ഒരു ഡയലോഗ് എന്നോട് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ഒരു സംഗതി. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മൂഡ് സ്വിച്ച് ആകും ഈ ഒരു ഡയലോഗ് ഞാൻ ഓർക്കുന്ന സമയത്ത്.